സത്യത്തിൽ ഏതെങ്കിലും ഒരു സൂപ്പർ സ്റ്റാറിനെയൊക്കെ വെച്ച് തെലുങ്കിലോ തമിഴിലോ ഒക്കെ ഒരു പാൻ ഇന്ത്യൻ ഫിലിമായിട്ട് എടുക്കേണ്ട ഒരു പ്രമേയം. ഗഗനചാരി അരുൺ ചന്തു സംവിധാനം ചെയ്ത് KB ഗണേഷ് കുമാർ, അജു വർഗീസ്, അനാർക്കലി മരിക്കാർ, ഗോകുൽ സുരേഷ് തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയ ഈ സൈഫൈ കോമഡി ചിത്രത്തെക്കുറിച്ചാണ് ഇന്ന്. അപ്പോൾ ഇതൊരു സൈഫൈ സൂപ്പർ ഹീറോ അല്ലെങ്കിൽ കോമഡി മോക്യുമെന്ററി പടമാണെന്ന് പറയാം. ഒരു പോസ്റ്റ് അപ്പോകലിപ്റ്റിക് കേരളമാണ് ചിത്രത്തിലുള്ളത്. 2043 കാലഘട്ടം. മുൻ ആർമി ഉദ്യോഗസ്ഥനായ വിക്ടറും പുള്ളിയുടെ 2 സിൽബന്തികളും താമസിക്കുന്ന സ്ഥലത്തേക്ക് ഒരു ഏലിയൻ അല്ലെങ്കിൽ ഏലിയാമ്മ എത്തുന്നതാണ് പ്ലോട്ട്. ആദ്യം തന്നെ ലോ ബജറ്റിൽ ഇത്രയും കിടുവായിട്ട് ഇങ്ങനെ ഒരു പടം ചെയ്തു വെച്ചത് സമ്മതിക്കണം. എടാ മോനെ അരുൺ ചന്തു, യു ആർ എ ജീനിയസ് മാൻ. സാധാരണ വേൾഡ് സിനിമകളിൽ മാത്രം കണ്ടുവരുന്ന അല്ലെങ്കിൽ മലയാളത്തിൽ അങ്ങനെ ഉപയോഗിച്ചിട്ടില്ലാത്ത ഒരു ജോണറാണ് ഈ പോസ്റ്റ് അപ്പോകലിപ്റ്റിക് കാലഘട്ടവും അപ്പോഴത്തെ സംഭവങ്ങളും ഒക്കെ. സോ ഈ ഒരു യൂണിക് തോട്ടിന് തന്നെ കൊടുക്കണം ഒരു കയ്യടി. ജീഫ് അതെന്താണെന്ന് ഞാൻ പറയുന്നില്ല. അതുപോലെ തന്നെ പോയിന്റ്സ് കറൻസി, പെട്രോൾ കള്ളക്കടത്ത്, അജയ്യ സേന, GPS ട്രാക്ക് ചെയ്ത് ഭരിക്കുന്ന ഭരണകൂടം, അങ്ങനെ ഇത്രയധികം പുതുമകളെ ഒരൊറ്റ പടത്തിലെ ഒരു സ്ക്രിപ്റ്റിൽ കൊണ്ടുവന്നത് ഗംഭീരം. വളരെ കുറച്ച് ക്യാരക്ടേഴ്സ് പടത്തിലുള്ളൂ കേട്ടോ. എനിക്കൊന്ന് 6-7 പേരെങ്ങാണ്ടേ ഉള്ളൂ. കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് വന്ന 4 പേരും കിടിലൻ പെർഫോമൻസ് ആയിരുന്നു. ഗണേഷ് കുമാറിന്റെ ഒരു കിടിലൻ കോമഡി പെർഫോമൻസ് പടത്തിൽ കാണാം. വർഷങ്ങൾക്ക് ശേഷം അങ്ങനെ ഒരു ക്യാരക്ടറിൽ പുള്ളി വരികയാണ്. പുള്ളി പൊളിയായിരുന്നു. അതുപോലെ തന്നെ ഗോകുൽ സുരേഷിന്റെ കോമഡിയും കൊള്ളാമായിരുന്നു. ചിലതൊക്കെ ചെറുതായിട്ട് പാളിപ്പോയിട്ടുണ്ടെങ്കിലും ചിലത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അജു വർഗീസിന്റേത് പുള്ളിയുടെ തന്നെ ചില പഴയ ക്യാരക്ടേഴ്സിന്റെ ഷെയ്ഡുള്ള കഥാപാത്രമാണ്. സ്റ്റിൽ ഡിഫറന്റും ആണ്. അത് നന്നായിട്ട് തന്നെ പുള്ളി ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതിൽ ഏറ്റവും വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രം ചെയ്തത് അനാർക്കലി മരിക്കാറാണ്. മേക്കപ്പും ചില ലുക്കുകളും മീൻസ് നോട്ടം ഒക്കെ ഭയങ്കര രസമായിരുന്നു. ക്ലൈമാക്സ് ഫൈറ്റ് സീനൊക്കെ നൈസായിരുന്നു. പിന്നെ ഇതിലൊരു ശബ്ദം കൊടുത്ത ഒരു സംഭവം ഉണ്ട് കേട്ടോ. അത് കിടുവായിരുന്നു. ഒരു മലയാളത്തിലെ ഒരു സൂപ്പർ സ്റ്റാറിന്റെ അമ്മയും നടിയും പഴയ ഡബ്ബിംഗ് ആർട്ടിസ്റ്റും ഒക്കെ ആയിട്ടുള്ള ഒരു കലാകാരിയാണ് ആ വോയിസ് ഓവർ കൊടുത്തിരിക്കുന്നത്. ഭയങ്കര രസമായിരുന്നു കേട്ടോ അത്. അതുപോലെ തന്നെ ഈ പടത്തിലെ രാഘവന്റെ കാര്യവും എടുത്തു തന്നെ പറയണം. രാഘവൻ ആരാണ് അല്ലെങ്കിൽ എന്താണെന്നുള്ളത് പടം കണ്ടു തന്നെ അറിയാം. ഇതിന്റെ അസ്പെക്ട് റേഷ്യോ മാറി മാറി വരുന്നത്, അതുപോലെ ചുമർ ചിത്രകലയൊക്കെ ഉപയോഗിച്ച് ആനിമേറ്റ് ചെയ്തേക്കുന്നത്, പ്രൊഡക്ഷൻ ഡിസൈൻ, കോസ്റ്റ്യൂം, അതിലെല്ലാം ഉപരി ഇതിന്റെ CGI വർക്ക് ഈ ഒരു ലിമിറ്റഡ് ബഡ്ജറ്റിൽ ഇത്രയും ഗംഭീരമായിട്ട് VFX കൊടുത്തിരിക്കുന്നതിന് കയ്യടി അർഹിക്കുന്നുണ്ട്. മെറാക്കി സ്റ്റുഡിയോ ആണ് ഇതിന്റെ VFX ചെയ്തേക്കുന്നതാണ് ഞാൻ അറിഞ്ഞത്. കിടിലൻ വർക്കാണ്. ചില 500 കോടി അല്ലെങ്കിൽ 1000 കോടി പാൻ ഇന്ത്യൻ പടങ്ങളെക്കാൾ എന്ത് രസമായിട്ടാണ് ഇതിന്റെ VFX ചെയ്തിട്ടുള്ളത്. എസ്പെഷ്യലി ആ ഒരു അന്യഗ്രഹമൊക്കെ സിനിമയിൽ പ്ലേസ് ചെയ്തേക്കുന്നത് ഗംഭീരമായിരുന്നു. ശങ്കർ ശർമ്മയുടേതാണ് പടത്തിന്റെ മ്യൂസിക്. അതും കൊള്ളാമായിരുന്നു. പാട്ടുകളൊക്കെ രസമുണ്ടായിരുന്നു. പ്രത്യേകിച്ച് അനാർക്കലിയും ഗോകുലും കൂടെയുള്ള ഒരു സോങ് ഉണ്ട്. അതിന്റെ ലിറിക്സ് കേട്ടപ്പോൾ തന്നെ ചിരി വന്നു. കുറെ നൊസ്റ്റാൾജിയ തരുന്ന വിധത്തിലുള്ള ഇതിന്റെ BGMഉം പൊളിയായിരുന്നു. അത് മാത്രമല്ല കുറെ നൊസ്റ്റാൾജിക് സാധനങ്ങൾ ഈ സിനിമയിലുണ്ട് കേട്ടോ. പഴയ വീഡിയോ കാസറ്റ്, പഴയ സിനിമകളുടെ റെഫറൻസ്, മിലേ സുർ മേര തുമാര, സുന്ദരി നിൻ തുമ്പ് കെട്ടിയിട്ട് ആ പാട്ട്, അങ്ങനെ 80s 90s കിഡ്സിനെ ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറെ നൊസ്റ്റാൾജിക് എലമെന്റ്സ് സിനിമയിലുണ്ട്. സുർജിത് എസ് പിള്ളയുടെ ക്യാമറ കൊള്ളാം. അതുപോലെ തന്നെ അരവിന്ദ് മന്മഥന്റെ എഡിറ്റിംഗും കിടുവായിരുന്നു. ഇനി പടത്തിന്റെ നെഗറ്റീവ്സ് പറയുകയാണെങ്കിൽ വളരെ യുണീക്ക് ആയിട്ടുള്ള തോട്ട്, പുതുമയുള്ള പശ്ചാത്തലം ഒക്കെ ആണെങ്കിലും ഇതിന്റെ സ്ക്രിപ്റ്റിലെ ചില കാര്യങ്ങൾ നമുക്ക് കിലുക്കം, മണിച്ചിത്രത്താഴ് അല്ലെങ്കിൽ സാക്ഷാൽ ശ്രീമാൻ ചാത്തുണ്ണി ഇതൊക്കെയല്ലേ എന്ന് തോന്നും. ഈ സിനിമകളുടെയൊക്കെ ഓരോ അംശങ്ങൾ ഈ സിനിമയിൽ വരുന്നുണ്ട്. പക്ഷെ അതൊന്നും ഈ പടത്തിന്റെ ആസ്വാദനത്തെ ബാധിക്കുന്നില്ല. അതുപോലെ തന്നെ ക്യാരക്ടേഴ്സുമായിട്ട് ഒരു ഇമോഷണൽ കണക്ഷനൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയും വളരെ കുറവാണ്. അല്ലെങ്കിൽ തന്നെ ഇതിന്റെ പ്രമേയം തന്നെ അങ്ങനെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കാലഘട്ടത്തിൽ നടക്കുന്നതാണല്ലോ. സോ അത് ചിലയിടങ്ങളിൽ ഒരു പ്രശ്നമായിട്ട് വരുന്നുണ്ട്. അതുപോലെ അങ്ങനെ തലകുത്തി നിന്ന് ചിരിക്കാനുള്ള കോമഡി ഒന്നും പടത്തിലില്ല. ചില കോമഡികളൊക്കെ പാളിപ്പോയിട്ടുണ്ട്. എന്നാൽ ചിലതൊക്കെ നല്ല രസമായിട്ട് വന്നിട്ടുമുണ്ട്. മൊത്തത്തിൽ ഞാൻ അതിഗംഭീരം എന്നൊന്നും പറഞ്ഞ് തള്ളിമറിക്കുന്നില്ല. പക്ഷേ ഒരു വെറൈറ്റി പടം, വളരെ ക്യൂട്ടായിട്ടുള്ള ഒരു ചെറിയ സിനിമ, ഒരു പരീക്ഷണ ചിത്രം. മലയാളത്തിൽ അങ്ങനെ വരാത്ത ഒരു പ്രമേയവും തോട്ടുമാണ്. സോ നമ്മൾ തീർച്ചയായിട്ടും പ്രോത്സാഹിപ്പിക്കേണ്ട ഒരു സിനിമയാണ് ഗഗനചാരി. എനിക്ക് പേഴ്സണലി വർക്കായിട്ടുള്ള ഒരു സിനിമയാണ്. നിങ്ങളും പടം തിയേറ്ററിൽ തന്നെ പോയി കാണുക. പടം കാണാൻ പോകുമ്പോൾ കുട്ടികളെ കൂടെ കൊണ്ടുപോകുക. കുട്ടികൾക്ക് ഇഷ്ടമാകുന്ന ഒരു സിനിമയാണ്. സിനിമയ്ക്ക് തിയേറ്ററിൽ വലിയ ആളൊന്നും ഇല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഇത് എന്തുമാത്രം വിജയിക്കുമെന്ന് എനിക്കറിയില്ല. വിജയിക്കേണ്ട ഒരു പടം കൂടിയാണ്. ആക്ച്വലി ഇത് എല്ലാവരുടെയും കപ്പ് ഓഫ് ടീ അല്ല. കുറെ പേര് ഇപ്പോൾ വന്ന് കമന്റിൽ പറയും, നീ തള്ളി മറിച്ച് കേട്ടിട്ട് ഞാൻ ഈ പടം പോയി കണ്ടിട്ട് എനിക്ക് ഇഷ്ടമായില്ല എന്ന്. അതിപ്പോൾ എനിക്കിഷ്ടമായ പടം നിങ്ങൾക്ക് ഇഷ്ടമാകണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമായത് എനിക്കിഷ്ടമാകണമെന്നില്ല. ഇതെല്ലാം പേഴ്സണൽ ആയിട്ടുള്ള ഒരു കാര്യമാണല്ലോ, ആപേക്ഷികമായിട്ടുള്ള ഒരു കാര്യമാണ്, അത് ഓർക്കുക. സോ ഒരു വെറൈറ്റി പടമാണ്, ഒരു പരീക്ഷണ ചിത്രമാണ്. സോ നിങ്ങൾ കാണുക, വിജയിപ്പിക്കുക. അപ്പോൾ ശരി എന്നാ. എന്താ ഇത് വല്ല അന്യഗ്രഹ ജീവിയും വന്നതാണോ? അല്ല കേട്ടോ, ഇത് കറണ്ട് പോയതാ.